ഇന്ദു, എന്താ വിനയേട്ടാ, അവിടുത്തെ വിവരങ്ങൾ വല്ലതും കിട്ടിയോ? അതറിയാൻ വേണ്ടിട്ടല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. ഇല്ല വിനയേട്ടാ, അവിടുന്ന് ആരും ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ടില്ല. അവരെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇനി അവർക്ക് അതിന്റെ ആവശ്യം എന്താ? മെഡൽ വിറ്റ കാശ് അവർക്ക് കിട്ടിയല്ലോ. നിനക്കിപ്പോ എന്താ വേണ്ടേ? അത് വിനയേട്ടന് അറിയില്ലേ? ഓ, എനിക്കറിയത്തില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതങ്ങ് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞേക്ക്, ഞാൻ പൊക്കോളാം. അല്ലെങ്കിൽ ദേവി ഇതൊന്നും മിണ്ടാതിരിക്കും. ഇന്ദു, നീ ഒന്ന് അങ്ങോട്ട് വിളിച്ചേ. ഞാൻ വിളിക്കണോ വിനയേട്ടാ? ചിന്നു തിരിച്ചു വന്നോന്നൊന്ന് വിളിച്ചു ചോദിക്കേ. ചിലപ്പോ അവള് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തില് നമ്മളെ വിളിച്ചു പറയാൻ വിട്ടുപോയതാണെങ്കിലോ? നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേ. വിനയേട്ടൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. എങ്കിൽ ശരി, ഞാൻ തന്നെ ചോദിക്കാം. ഈ നാട്ടുകാർക്കൊന്നും വേറെ പണിയില്ലേ? ചിന്നു തിരിച്ചു വന്നോ, ചിന്നു തിരിച്ചു വന്നോ? ഇവന്മാർക്കൊന്നും ഈ ലോകത്ത് കിടക്കുന്ന ഒരു കാര്യം അറിയണ്ടേ? ചിന്നുവിന്റെ കാര്യം അറിയാനല്ലേ വിളിക്കുന്നേ? അവൾ ഇതുവരെ ഈ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. അതെന്താ? അവള് വരൂന്ന് ആരാ പറഞ്ഞേ? ആ പെണ്ണ് ഇങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവൾക്ക് പൈസ വേണമായിരുന്നു. അത് കിട്ടിയപ്പോ അവൾ അതും കൊണ്ടങ്ങ് പോയി കളഞ്ഞു. നിങ്ങൾ കാര്യം തെളിച്ചു പറ. എങ്ങോട്ടാ അവള് പോയത്? ശേടാ, അവൾ എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ വിനയനാ സംസാരിക്കുന്നത്. ഓ, വിനയനായിരുന്നോ? ഞാൻ ഇവിടെയുള്ളവരോടൊക്കെ നേരത്തെ പറഞ്ഞതാ ഇതൊക്കെ ചിന്നുവിന്റെ പ്ലാൻ ആണെന്ന്. അപ്പൊ അതൊന്നും ആരും കേട്ടില്ല. നിങ്ങളുടെ കാശ് കുറച്ച് പോയി കിട്ടിയില്ലേ? എല്ലാവരുടെ കാശും കൊണ്ട് ആ പെണ്ണങ്ങ് മുങ്ങി. ഇനി പറഞ്ഞിട്ടെന്താ? എന്നാ വെക്കട്ടെ. എന്താ വിനയേട്ടാ, എന്താ അവര് പറഞ്ഞത്? അവര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. റണ്ണറ് പൈസയുമായിട്ട് പൊയ്ക്കളഞ്ഞു. ചിന്നു പൈസയുമായി പോയിക്കളഞ്ഞോ എന്നുവെച്ചാ? ഇന്ദു, അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന്. വിനയേട്ടനൊന്നും മനസ്സിലായില്ലല്ലേ? പക്ഷേ എനിക്കെല്ലാം നല്ലതുപോലെ മനസ്സിലായി. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊണ്ട് ചിന്നു പോയി. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ ഇപ്പൊ സംഭവിച്ചതെന്താ? എന്റെ റണ്ണർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇനി അത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തുമില്ല. ഞാൻ പറഞ്ഞാലല്ലേ വിശ്വസിക്കാൻ പ്രയാസം? ഇതിപ്പോ പൂമംഗലത്തുകാര് പറഞ്ഞതല്ലേ, എന്നിട്ടും വിശ്വാസമില്ലേ? ഈ അപ്പച്ചി എന്തൊരു സ്ത്രീയാ! എന്തിനാ ഇങ്ങനെ എപ്പോഴും ചിന്നുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ഇവർക്കൊക്കെ ഇതുകൊണ്ട് എന്ത് ഗുണാ കിട്ടുന്നത്? ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാ എന്നെ കൂടി ഉദ്ദേശിച്ചതല്ലേ ഇന്ദു? അയ്യോ അല്ല രേഖയെടുത്തി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി നീ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും അതിൽ യാതൊരു തെറ്റുമില്ല. അയ്യോ അല്ല, ഞാൻ അപ്പച്ചി ഉദ്ദേശിച്ച് പറഞ്ഞതാ. അപ്പച്ചിക്ക് ചിന്നുവിനോട് ദേഷ്യ. അതിന്റെ കാരണം എന്താണെന്ന് അപ്പച്ചിക്ക് പോലും അറിയില്ല. അപ്പച്ചി വിചാരിച്ചിരിക്കുന്നത് ചിന്നു പൂമംഗലത്ത് നാശം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. ചിന്നുവിന് ആ വീടുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്താണെന്ന് അപ്പച്ചിക്ക് അറിയില്ല. അവൾ ആരാണെന്ന സത്യം അറിഞ്ഞ അപ്പച്ചി പിന്നെ ഒരിക്കലും ചിന്നുവിനെ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല. അതെന്താ അത്ര വലിയൊരു സത്യം? അത് ഞങ്ങളും കൂടി അറിയട്ടെ. ഒന്നുമില്ല രേഖയെടുത്തി, ഒന്നുമില്ല. അങ്ങനല്ല, എന്തോ ഉണ്ട്. നീ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. സത്യമായിട്ട് ഇല്ലെന്നേ. ഞാൻ എന്തോ ഒളിപ്പിക്കാനാ? ചിന്നുവിന്റെ കാര്യം കേട്ടത് മുതൽ എനിക്കൊരു സ്വസ്ഥതയില്ലാതായി. എനിക്ക് കുറച്ചേരം കിടക്കണം രേഖയെടുത്തി. മതിയായല്ലോ അല്ലേ? ഇനി ഇക്കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കരുതെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഗതികേട് ഉണ്ടെങ്കിൽ പറയാ. ആ മെഡലൊക്കെ വിറ്റ് തൊലച്ചപ്പോ സമാധാനമായല്ലോ. എന്തൊക്കെ ബഹളമായിരുന്നു. റണ്ണർ തിരിച്ചു വന്നാലുടനെ മെഡൽ കൊണ്ട് വീട് നിറയ്ക്കും, കോച്ച് വിനയചന്ദ്രൻ പേരെടുക്കും. ഇപ്പൊ എല്ലാം നടന്നല്ലോ. കഷ്ടം തന്നെ. ആ പണവും കൊണ്ട് റണ്ണർ പൊയ്ക്കളഞ്ഞു. അവളിതെങ്ങോട്ട് പോവാനാ? ആഹാ, നീ ഇവിടെ ഇരിക്കുവാണോ? എന്നാലും അപ്പച്ചി, അത്രയും പൈസയും കൊണ്ട് ആ പെണ്ണ് പൊയ്ക്കളഞ്ഞല്ലോ. ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പൈസ കൊടുക്കരുതേ കൊടുക്കരുതേ എന്ന് ഞാൻ ഇവിടെ ഓരോരുത്തരുടെയും കാല് പിടിച്ചു പറഞ്ഞതാ. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? അങ്ങനെ പറയരുത് അപ്പച്ചി. അപ്പച്ചി പറഞ്ഞത് ഞാൻ അതുപോലെ അനുസരിച്ചില്ലേ?
പ്രകാശേട്ടന് എത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും പണം കൊടുക്കാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. എന്തായാലും അതുകൊണ്ട് നിനക്ക് നഷ്ടം വന്നില്ല. അല്ലെങ്കിലേ പ്രകാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10-14 ലക്ഷം രൂപ അങ്ങ് പോയേനെ. എന്നാലും അമ്മ കാണിച്ചത് എന്തൊരു മണ്ടത്തരോ. പൊന്നുന്റെ ആഭരണങ്ങളും അവൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന പണവും ആ നശിച്ച പെണ്ണിന് വേണ്ടി തൊലച്ചു കളഞ്ഞില്ലേ. ഇതിനെല്ലാം കാരണക്കാരി ആ അനുവാ. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലേ. നീ നോക്കിക്കോ മാലതി, ഇതിന്റെ പേരിൽ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശരത്തിപ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ പൊന്നുവിന്റെ പേരിൽ ഉണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടതിന് അവന് നല്ല വിഷമമുണ്ട്. അപ്പച്ചി, ലക്ഷ്മി ഇനി ഒരു കാലത്തും രക്ഷപ്പെടില്ല. ചിന്നു തിരിച്ചു വന്ന ലക്ഷ്മി രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത് ഇവിടെയുള്ളവരുടെ മണ്ടത്തരോ. എനിക്കിതൊന്നും കണ്ടു സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നാളെ തന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവാ. അയ്യോ മാലതി, ദേ നീ വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ. 50 ലക്ഷം രൂപ പോയതിന്റെ വിഷമം എനിക്ക് നിനക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ആർക്കും അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. നീ നോക്കിക്കോ, ഹീര ഇനിയും വിളിച്ച് പണം ചോദിക്കും. ആ അനു കരഞ്ഞു പിഴിഞ്ഞ് എല്ലാവരുടെയും കാല് പിടിച്ച് ഹീര ചോദിക്കുന്ന അത്രയും പണം കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഹീര ഇനിയും വിളിച്ച് പണം ചോദിക്കോ അപ്പച്ചി? ചോദിക്കും. ഇത് ആ ചിന്നു ഹീര ഒത്തോണ്ടുള്ള കളിയാ. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഇവിടെയുള്ളവരെ തടയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും കേൾക്കണ്ടേ? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് ധൈര്യം മാലതി. അപ്പച്ചി ധൈര്യമായിട്ടിരിക്കെ. ഇനി ചിന്നൂന് വേണ്ടി പൂമംഗലത്ത് നിന്നാരും 1 രൂപ പോലും കൊടുക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ പണം കൊടുക്കാതിരുന്ന ഹീര ചിന്നൂന് എന്തെങ്കിലും ചെയ്യുമെങ്കിലും ചെയ്യട്ടെ. അതോടെ ആ ഒരു ശല്യം എന്നേക്കായിട്ട് ഒഴിഞ്ഞു കിട്ടുമല്ലോ. അതെ മാലതി, ആ ശല്യം ഒഴിഞ്ഞു കിട്ടിയേ പറ്റൂ. അത് നിന്നേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും.